എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കൂട്ട് മാത്രം മതി ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ കൂട്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു 1/2 കിലോ വെള്ള കളറിലുള്ള പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് പച്ച കളറുള്ളതിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പാവയ്ക്ക നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കിംഗ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 4 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലൊരു 1/2 ടേബിൾ സ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി നടുവിൽ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നടുകീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സവോള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സവോള വേഗം ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂണ് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നല്ലപോലെ വഴറ്റി വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സവോള ഇതുപോലെ പിങ്കിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നീളത്തിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു തക്കാളി പഴുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. തക്കാളി നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വരാനായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 1 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളും പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ചുടുവെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ വേഗം തന്നെ ഊറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കശ്മീരി ചില്ലി പൗഡർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ലപോലെ മസാലയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ചൊന്ന് മധുരവും എരിവും പുളിപ്പും ആ കയ്പ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി കിട്ടാനായിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാവയ്ക്ക കൂട്ട് റെഡിയാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. ഈ ഒരു കൂട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.